എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശനെ ഒരാൾ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുകയാണ്, സാറിനെ കുറച്ച് മുമ്പ് വിളിച്ച അനഘയുടെ ബന്ധുവാണ് ഞാൻ എന്ന് പറയുമ്പം ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞല്ലോ, പറയാനുള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞില്ല, എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പം ആ കുട്ടിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായി വന്നു എന്നിങ്ങനെ പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് അസുഖം എന്ന്. അന്നേരം അവർ പറയും ബ്രെയിൻ ട്യൂമറാണ്, RCMലാണ് എന്നൊക്കെ പറയും. ഹോസ്പിറ്റലിൻ്റെ പേരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മുത്തശ്ശൻ അവർ ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. സാർ ഇവിടെ വരെ ഒന്ന് വന്നെന്നും അവർ പറയുന്നുണ്ട്. അന്നത്തേക്കും ആദർശ് അങ്ങോട്ട് വരും. ആദർശ് വരുന്നതേ മുത്തശ്ശൻ്റെ നിപ്പ് കാണുമ്പോൾ പേടിയാണ്. ഓടി വന്നിട്ട് എന്താ പറ്റി മുത്തശ്ശ, എന്താ കാര്യം എന്ന് ചോദിക്കും. അന്നേരം നമുക്ക് RCM വരെ ഒന്ന് പോകണം എന്ന് പറയുവാണ്. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശന് എന്തെങ്കിലും ക്ഷീണമുണ്ടോ, നമ്മൾ ആ ഹോസ്പിറ്റലല്ലല്ലോ പോകാറുള്ളത് എന്ന് പറയുമ്പോൾ, എനിക്ക് വേണ്ടിയല്ല, എനിക്ക് അവിടെ ഒരു പെൺകുട്ടിയെ കാണാനുണ്ട്, പേര് അനഘ, നീ അറിയോ അങ്ങനെ ഒരു പെൺകുട്ടിയെ? ഇല്ല, ഞാനിപ്പോഴാണ് ആ പേര് പോലും കേൾക്കുന്നത്, എന്താ മുത്തശ്ശ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, നീ വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ പുറത്തേക്ക് ഇറങ്ങുക. മുത്തശ്ശനും ആദർശയുടെ പുറത്തേക്ക് വരുന്നതേക്കും അങ്ങോട്ടേക്ക് അഭിയും വരും. അന്നേരം അവനും വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അഭിയോട് പറയും, നീയും കൂടെ ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വാ എന്ന് പറയും. അങ്ങനെ 3 പേരൂടെ ആദർശിൻ്റെ വണ്ടിയിലാണ് കയറുന്നത്. കയറി കഴിയുമ്പോഴും അഭിയുടെ മുഖത്തൊരു കള്ളച്ചിരിയാട്ടോ. എല്ലാം ഒപ്പിച്ച് വെച്ചേക്കുന്നത് അഭിയാണല്ലോ, അഭിക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ, ആദർശ് പെടാൻ പോവാണല്ലോ എന്നൊരു സന്തോഷം. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ സംശയിച്ച് നിൽക്കും. എന്നിട്ട് പറയുവാണ്, എന്നെ ആ പെൺകുട്ടി വിളിച്ചൊരു കാര്യം പറഞ്ഞു, അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എന്നിങ്ങനെ പറയുമ്പം അഭി പറയുന്നുണ്ട്, അങ്ങനെ പലരും പലതും വിളിച്ച് പറയും, അതിന് പല ഉദ്ദേശവും കാണും അവർക്ക്, അതിൻ്റെ പുറകെയൊക്കെ നമ്മൾ ഇറങ്ങേണ്ട കാര്യമുണ്ടോ എന്നിങ്ങനെ അഭി ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം അതുപോലൊരു സംഭവമാണ്. അങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെടും. അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, കാരണം അവൾ പറഞ്ഞത് എൻ്റെ കൊച്ചുമക്കളെ കുറിച്ചാണ് എന്ന് പറയും. എന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട്, നീ അറിയോ അനഘ എന്നൊരു പെൺകുട്ടി, നീ അറിയോ എന്ന് ചോദിക്കും. അതെങ്കിൽ അഭിയെ, ഇല്ല, ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്, അങ്ങനെ ഒരു പേര് പോലും ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നതെന്ന് പറയും. എങ്കിലകത്തേക്ക് വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരു 3 പേരോട് അകത്തേക്ക് പോവാണ്. അവർ 3 പേരും ഐസുവിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ അവിടെ വേറെ 2 പേരും നിൽപ്പുണ്ട് കേട്ടോ. അതെല്ലാം അഭിയുടെ ആൾക്കാരാണ്. ഏതായാലും അവർ അടുത്തോട്ട് ചെല്ലുന്നത് അവന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾ അനഘയുടെ ബന്ധുക്കളാണ്, ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമറാണ്, തീരെ വയ്യാണ്ടായി, ഇനിയിപ്പം എന്താകും സ്ഥിതി എന്നറിയില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഞങ്ങളാണ്, ആ കുട്ടിക്ക് കുറേ കാര്യങ്ങൾ സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അന്തേക്കും ഡോക്ടർ ഇറങ്ങി വരും. അപ്പം ഡോക്ടറോട് മുത്തശ്ശൻ ചോദിക്കും, അനഘ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം, ബ്രെയിൻ ട്യൂമർ ആയിരുന്നു സാർ, ഇനിയിപ്പം രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ്, ഏത് നിമിഷവും ആ കുട്ടി മരിക്കാവുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയും. മുത്തശ്ശൻ ചോദിക്കുക, എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന്. അന്നേരം ഇനിയിപ്പോൾ കാണാതിരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ, സാറ് കയറി കണ്ടോ എന്ന് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ICUലേക്ക് കയറി പോകുമ്പം നല്ല ടെൻഷനോടെ നിൽക്കുവാണ് അഭി. ഈശ്വര, അവൾ എൻ്റെ പേരെങ്ങാനും വിളിച്ച് പറയുമോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്ലാനിങ് മൊത്തം തകരുമല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ നല്ല ടെൻഷനോടെയാണ് അഭി അവിടെ നിൽക്കുന്നത്. ഏതായാലും മുത്തശ്ശനകത്തേക്ക് കയറി ചെല്ലുമ്പം അത്യാവശ്യം ബോധമൊക്കെ ഉണ്ട് കേട്ടോ അനഘയ്ക്ക് ആ സമയത്ത്. പക്ഷേ മുത്തശ്ശൻ പോയി കഴിയുമ്പോഴേക്കും ആകെ ടെൻഷനാണ് അഭിക്ക്. ഇനി മുത്തശ്ശനോട് സത്യം മൊത്തം വിളിച്ച് പറയുമോ അനഘ എന്നുള്ള ടെൻഷൻ. അപ്പോൾ ഈ ടെൻഷനൊക്കെ കാണുമ്പോൾ ആദർശ അഭിയോട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിൻ്റെ മുഖത്ത് ആകെ ഒരു ടെൻഷൻ, നിനക്ക് ആ പെൺകുട്ടി അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഏട്ടാ, ഞാൻ അറിയുമൊന്നുമില്ല, ഞാൻ ഇപ്പോഴും ആ പേര് കേൾക്കുന്ന പോലും എന്നാണ് അഭി പറയുന്നത്. ഏതായാലും മുത്തശ്ശൻ ICUലുണ്ട്. മുത്തശ്ശൻ അനഘയോട് ചോദിക്കുകയാണ്, മോളെ കാണാൻ വേണ്ടി ഞാൻ വന്നത്, എൻ്റെ പേര് മൂർത്തി എന്നാണ് എന്ന് പറയുമ്പോഴേക്കും അറിയാമെന്ന് പറയും. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോൾ എന്നോടൊരു കാര്യം വിളിച്ചു പറഞ്ഞു, അത് പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് മോൾ ഫോൺ കട്ട് ചെയ്തത്, അപ്പോൾ എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നുണ്ടെന്ന് പറയും. അന്നേരം ഇങ്ങനെ ഒന്ന് മടിക്കുക കേട്ടോ അനഘ. അന്നേരം സിസ്റ്റർ, അവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്ററോട് ഒരു കുറച്ച് നേരം പുറത്തേക്ക് നിൽക്കാവോ എന്ന് ചോദിക്കും മുത്തശ്ശൻ. അവരങ്ങ് എഴുന്നേറ്റ് പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുവാണ്, എനിക്ക് 3 കൊച്ചുമക്കളാണ് ഉള്ളത്, അതിൽ ആരാണ് മോളോട് തെറ്റ് ചെയ്തത് എന്ന് എനിക്കറിയണം, മോളുടെ കുട്ടിയുടെ അച്ഛൻ, ഇവരിൽ ആരാണ് എന്ന് എനിക്കറിയണം, അവരുടെ പേര് ആദർശ്, അഭി, അനി എന്നിങ്ങനെയാണ് എന്നിങ്ങനെ പറയും. അന്നേക്കും അനഘ അങ്ങ് പറയാൻ തുടങ്ങുക കേട്ടോ. അഭി എന്നിങ്ങനെ പറയാൻ വേണ്ടി പറയുമ്പോഴേക്കും ആകെ വയ്യാണ്ടായി അനഘ മരിച്ചു പോവുകയാണ്. അതായത് സത്യം മുത്തശ്ശൻ അറിയുന്നതിന് മുമ്പ് തന്നെ അനഘ മരിച്ചു പോകുന്നു. മുത്തശ്ശൻ പെട്ടെന്ന് സിസ്റ്റർ വിളിക്കുവാണ്. എന്തെങ്കിലും സിസ്റ്റർ വന്ന് നോക്കുമ്പം അനക്കൊന്നുമില്ല. പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്നു. ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം മുത്തശ്ശനോട് പറയുവാണ്, വേദനകളൊന്നും ഇല്ലാത്ത ലോകത്തേക്ക്
വീട്ടിലേക്ക് ആ കുട്ടി യാത്രയായി സാറിന്. ആകെ വിഷമാവുന്നു മുത്തശ്ശന്. മുത്തശ്ശൻ നേരെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും അഭി ആകെ ടെൻഷനോടെ നിൽക്കുക കേട്ടോ. അന്നേരം മുത്തശ്ശൻ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് ആ പെൺകുട്ടി. അന്നേരം മുത്തശ്ശൻ ഇറങ്ങി വന്നെ ആദർശ് ചോദിക്കും, എന്താ മുത്തശ്ശൻ എന്തായി എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ആ പെൺകുട്ടി വേദനകളൊന്നും ഇല്ലാത്ത ലോകത്തേക്ക് യാത്രയായി. പക്ഷേ അവൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്നോട് പറഞ്ഞില്ല. നിങ്ങളിൽ ആരുടെയോ പേര് അവളുടെ നാവിൻ തുമ്പിലുണ്ടായിരുന്നു. പറയുന്നതിന് മുമ്പേ അവൾ യാത്രയായതുകൊണ്ട് സത്യം എന്താണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോഴേക്കും അബിയുടെ മുഖം അങ്ങ് തെളിയും. അബിക്ക് പെട്ടെന്ന് ഒരു സന്തോഷമൊക്കെ മുഖത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ആരും സത്യം വിളിച്ച് പറയാനില്ലല്ലോ എന്നൊരു സന്തോഷം. ഏതായാലും മുത്തശ്ശൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ അനഘയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് നിൽപ്പുണ്ടല്ലോ 2 പേര്. അത് അബി ഏർപ്പാടാക്കിയിരിക്കുന്നവരാണ്. അവർ മുത്തശ്ശനോട് പറയുവാണ്, സാറ് പോകുന്നതിന് മുമ്പ് അനഘയുടെ വീട് വരെ സാറൊന്ന് ചെല്ലണം. അവിടെ ആ കുട്ടിയുടെ ഒരു മകൾ ഇരിപ്പുണ്ട്. അതിന് ആരുമില്ല. അതിനെ ഒന്ന് കണ്ടിട്ട് വേണം സാറ് പോകാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട്, അത് നേരെ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന്. അന്നേരം അതൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പുറത്തേക്ക് ഇങ്ങ് പോരുവാണ്. മുത്തശ്ശൻ ഇങ്ങ് പോയി കഴിയുമ്പോഴേക്കും അബി എന്തൊക്കെയോ കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിൽക്കുന്ന അവന്മാരെ. എന്തായാലും പുറത്തേക്ക് വന്നതിന് ശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് കാരണമുണ്ട്. അവളുടെ അനഘയ്ക്ക് ഒരു മകളുണ്ട്. ആ മകളുടെ അച്ഛൻ എൻ്റെ കൊച്ചുമക്കളിൽ ആരോ ആണ് എന്നാണ് അവൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത്. അതാരാണ് എന്നറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അവൾക്ക് അത് പറഞ്ഞ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടി വന്നു. എൻ്റെ 3 കൊച്ചുമക്കളുടെയും പേര് തുടങ്ങുന്നത് ആയിലാണ്. അതുകൊണ്ട് ആരാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും അവിടെ വരെ പോയേ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് അബിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അബി നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും അറിവുണ്ടോന്ന്. അപ്പോഴത്തേക്കും അബിയോ ഇല്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഇപ്പോഴാണ് ആ പേര് കേൾക്കുന്ന പോലും എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശും അനിയും തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. പിന്നെ എനിക്കിത്തിരി സംശയമുള്ളത് നിന്നെയാണ്, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചതെന്ന് പറയുമ്പോൾ അബി ഇല്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിഷ്കളങ്കനായിട്ട് നിൽക്കുക കേട്ടോ. ഏതായാലും അനഘയുടെ വീട്ടിൽ അനഘയുടെ ബോഡിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്തിരുന്ന് മോൾ ആകെപ്പാടെ കരയുന്നുണ്ട്. അമ്മേന്നേക്ക് അമ്മേ കിടന്ന് ഉറങ്ങല്ലേ അമ്മേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആകെ വിഷമിച്ചിരുന്ന് കരയുന്ന മോളെയും കാണിക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശനും ആദർശവും അഭിയും കൂടെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് ഇങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടിയിലിരിക്കുമ്പോഴും മുത്തശ്ശൻ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. അന്നേരം ആദർശ് അഭിയോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ നിനക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഈ കാര്യത്തിൽ? ഉണ്ടെങ്കിൽ നീ അങ്ങ് തുറന്നു പറയാന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടാ എനിക്കൊന്നും അറിയില്ല എന്നങ്ങനെ അഭി പറയുന്നത്. ഏതായാലും അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇറങ്ങി ഇങ്ങനെ നടന്നു പോരുമ്പം ആ 2 അഭി ഏർപ്പാടാക്കിയ 2 അവിടെ നിൽപ്പുണ്ട്. അന്നേരം നടന്നു പോരുന്ന മുത്തശ്ശനോട് എന്തോ പറയാൻ വേണ്ടി അഭി ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ അവരോട്. അവർ മുത്തശ്ശൻ്റെ അടുത്തോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, സാറിനെ ഒന്ന് കാണണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞങ്ങൾ. അനഘ ഏതായാലും ഈ ഭൂമിയിൽ നിന്ന് പോയി. അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ് എന്ന് സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, ആരാണ് ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പം ഏതായാലും ആ കുട്ടി അകത്തിരിപ്പുണ്ട്, സാറകത്ത് പോയി അവരെ ഒന്ന് കണ്ടിട്ട് പോവാ എന്നിട്ട് പറയാമെന്ന് പറയും. ഏതായാലും മുത്തശ്ശനകത്തേക്ക് പോവാണ്. പോയി കഴിയുമ്പോഴേക്കും ഈ ആദർശം മുത്തശ്ശനകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും അഭിയാണെങ്കിൽ അവരെ നോക്കി, എന്നുവെച്ചാൽ ഇത്രയും നേരത്തെ ആ പ്ലാൻ അങ്ങ് വിജയിച്ചു എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷത്തോടെ അവരെ ഒന്ന് നോക്കിയിട്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. അകത്തേക്ക് കയറി ചെല്ലുമ്പം അവിടെ ബോഡി കിടപ്പുണ്ട്. ആൾക്കാരൊക്കെ അവിടെ നിരിപ്പുണ്ട്. റീത്തൊക്കെ കൊണ്ടുവച്ച് ഓരോരുത്തർ പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യുന്നു. മുത്തശ്ശനും കയറി വന്ന് നിൽക്കുന്നു. ആദർശം ഒന്നും അറിയാത്ത പോലെ പാവം അതവിടെ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ഇത്രയും വലിയൊരു അടിയെ കിട്ടാൻ പോണേന്ന് ആദർശന് അറിയില്ലല്ലോ. അഭിയും അവിടെ കയറി വന്നിങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ അവിടെ ഭിത്തിയിൽ ആദർശിൻ്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആദർശ് കാണുന്നില്ല. അതുപോലെ ഇപ്പുറത്തേക്ക് മാറി ടേബിളിൽ ആദർശും അനഘയും കൂടെ നിൽക്കുന്ന 2-3 ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അഭിയുടെ പ്ലാനാണ്. അഭി പയ്യെ തിരിഞ്ഞു നോക്കി എല്ലാം അവിടെ തന്നെയൊക്കെ ഉണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനഘയ്ക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചത് എന്നാട്ടോ. അനഘ വീട്ടിൽ വന്നതിന് ശേഷം മോൾക്ക് കളിപ്പാട്ടമൊക്കെ കൊടുത്തല്ലോ. അത് കഴിഞ്ഞ് മോളിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോളുടെ അടുത്ത് വന്നിട്ട് അനഘ പറയുന്നുണ്ട്, ഇന്ന് മോളുടെ അച്ഛൻ ഇങ്ങോട്ട് വരും, മോൾക്ക് അച്ഛനെ കാണാൻ പറ്റൂട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മോൾ ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചതിന് ശേഷം എനിക്കിങ്ങനെ മനസ്സിലോർക്കുക, ഇനി താമസിച്ചാൽ ശരിയാകുകയില്ല, മൂർത്തി സാറിനെ വിളിച്ച് എല്ലാ സത്യങ്ങളും പറയണം എന്നിങ്ങനെ മനസ്സിലോർക്കുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കുക. പിന്നെ മുത്തശ്ശനും അനഘയും കൂടെ നടന്ന സംഭാഷണമാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ പറയുമല്ലോ, സാറിൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ അത് ആരാണ് എന്ന് മുത്തശ്ശൻ ചോദിക്കുന്ന സമയത്ത് അഭി എന്ന് പറയാൻ തുടങ്ങുന്ന അനഘയുടെ വാ വന്ന് പൊത്തുവാണ് ആരോ. അങ്ങനെ വാ പൊത്തി ഫോൺ പിടിച്ച് മേടിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയും അനഘ ഒന്നും വിളിച്ച് പറയാതിരിക്കാൻ വേണ്ടി വാ പൊത്തി പിടിച്ച് മുറുക്കി പിടിച്ചേക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.